പരുന്തുംപാറയിലേക്ക് പോകുന്നു. അവിടെ ആ കുരിശ് പൊളിച്ചു നീക്കുന്ന നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് രാവിലെയാണ് മാതൃഭൂമി ന്യൂസ് ഈ ഒരാഴ്ചക്കിടയിലാണ് ഈ കുരിശ് സ്ഥാപിച്ചതെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള വിവരങ്ങൾ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് നൽകിയത്. അതിന് പിന്നാലെ തന്നെ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വളരെ വേഗത്തിൽ കുരിശ് നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്ക് വരികയാണ്. കൂടുതൽ ജീവനക്കാരെ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. ഇപ്പോഴെന്തായാലും ആ കുരിശ് നീക്കുന്ന നടപടികളാണ് അവിടെ പുരോഗമിക്കുന്നത്. ബിനിൽ നൽകും വിവരങ്ങൾ. ബിനിൽ, അത് ഡ്രില്ല് ചെയ്ത് നീക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവിടെ എന്താണ് നടക്കുന്നത്? നേരത്തെ ഇത്തരത്തിലുള്ള പവർ ടൂൾസ് ഒന്നും ഇല്ലാതെയാണ് റവന്യൂ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നത്. അതുകൊണ്ട് ഏതാണ്ട് 2 മണിക്കൂറോളം അവർ പരിശ്രമിച്ചെങ്കിലും ഈ കുരിശ് താഴെ ഇറക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കൂടുതൽ പവർ ടൂൾസും അതിന് വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളെയും എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവസാനവട്ട ജോലികളാണ് നടക്കുന്നത്. ഇപ്പോൾ കുരിശ് ഒരിടത്തേക്ക് കയറ് വെച്ച് വലിച്ചു കെട്ടി നിർത്തിയിരിക്കുന്നു. താഴെ ഡ്രില്ല് ചെയ്ത് കുരിശ് താഴേക്ക് വീഴ്ത്താനായിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാകും. താഴെ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു തിട്ട ഉണ്ടാക്കിയിരുന്നു. ആ തിട്ടയ്ക്ക് മുകളിലാണ് ഒരു കുരിശ് ഇവിടെ പെട്ടെന്ന് സ്ഥാപിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ആ കോൺക്രീറ്റ് ചെയ്തതിന് തൊട്ട് മുകൾ ഭാഗത്താണ് കുരിശിന് വേണ്ടി കമ്പി കെട്ടി ഈ കോൺക്രീറ്റ് പൂശിയെടുത്തിരിക്കുകയാണ്. ആ ഭാഗമാണ് വേഗത്തിൽ പൊട്ടിച്ചു കളയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ഭാഗത്താണ് ഇപ്പോൾ ഡ്രില്ലർ കൊണ്ടുവന്ന് കോൺക്രീറ്റ് ഡ്രില്ലർ കൊണ്ടുവന്ന് കൂടുതൽ വിദഗ്ധരായ തൊഴിലാളികളെയും എത്തിച്ചുകൊണ്ട് പീരുമേട് LA തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ആ കുരിശ് പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അവസാനവട്ട ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ കുരിശ് മുറിച്ച് താഴേക്ക് ഇറക്കാനാണ് റവന്യൂ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ കുരിശ് നീക്കം ചെയ്യണമെന്ന നിർദ്ദേശം കൃത്യമായും ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് പീരുമേട് തഹസിൽദാർക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേഗത്തിലുള്ള നടപടികൾ ഉണ്ടായത്. കാരണം റവന്യൂ ഉദ്യോഗസ്ഥർക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണിത്. കാരണം സ്റ്റോപ്പ് മെമ്മോ നൽകിയ ശേഷം ഇത്തരത്തിൽ ആ നാണക്കേട് നീക്കം ചെയ്യാനുള്ള നടപടികൾ കൂടിയായിട്ട് ഇതിനെ കണക്കാക്കാം. പരുന്തുംപാറയിൽ അനധികൃതമായി സ്ഥാപിച്ച കുരിശ് പൊളിച്ചു മാറ്റുന്ന നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ്. കയ്യേറ്റ ഭൂമിയിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് പിന്നാലെയാണ് അനധികൃതമായി കുരിശ് സ്ഥാപിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലാണ് ഇങ്ങനെ കുരിശ് സ്ഥാപിക്കുന്ന പ്രവൃത്തി ഉണ്ടായത്. എന്തായാലും ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയതിന് പിന്നാലെയാണ് റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വേഗത്തിൽ നടപടി ഉണ്ടായത്. ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് സഭയിലും ഈ വിഷയം ചർച്ചയായിരുന്നു. പീരുമേട് MLA വാഴൂർ സോമൻ ഈ വിഷയം ഉന്നയിച്ചു. കഴിഞ്ഞ 3-3.5 വർഷമായി തഹസിൽദാർക്ക് അടക്കം തങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ചേർന്ന് അവിടുത്തെ കയ്യേറ്റങ്ങൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ മാറി മാറി വരുന്നത് നടപടികളെ പ്രതികൂലമായി ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. അപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ മറുപടിയായി പറഞ്ഞത് 15 അംഗ പ്രത്യേക സംഘത്തെ അവിടെ നിയോഗിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങളടങ്ങുന്ന ഈ സ്ഥലത്ത് നിരോധനാജ്ഞ നിലവിലുണ്ട്. ഒരു തരത്തിലും ആളുകളെ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നാണ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ വാക്ക് നൽകിയത്. പക്ഷേ ആ നിയമങ്ങളും ഈ നിരോധനാജ്ഞയും പ്രത്യേക സംഘത്തിൻ്റെ നിരീക്ഷണവും ഒക്കെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ ഇത്രയും വലിയ കുരിശ് ആ സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടത്. എന്തായാലും വാർത്തയായതിന് പിന്നാലെയാണ് ഇപ്പോൾ അത് കുരിശ് നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടന്നത്. ഇനി ഇത് മാത്രം പോരാ, ഈ കുരിശ് സ്ഥാപിച്ച ആൾക്കെതിരെ, അവിടെ അനധികൃത നിർമ്മാണം നടത്തുന്ന ആൾക്കെതിരെ, സജിത് ജോസഫ് എന്നയാൾക്കെതിരെ ശക്തമായ നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടന്നാലേ ഈ അനധികൃത കയ്യേറ്റങ്ങൾ അല്ലെങ്കിൽ അനധികൃത നിർമ്മാണം അത് നമ്മുടെ മലയോര മേഖലയിൽ പ്രത്യേകിച്ചും ഇടുക്കിയിലെ പലയിടങ്ങളിലും അനുസ്യൂതം തുടരുന്നതാണ്. അതിന് കൃത്യമായ തടയിടണമെങ്കിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചാലേ സാധിക്കൂ എന്ന് വ്യക്തമാണ്. ഏറെക്കാലമായി ഈ കയ്യേറ്റങ്ങളും ഇതൊക്കെ നടക്കുന്നു, ഒഴിപ്പിക്കൽ ശ്രമങ്ങളും നമ്മൾ നടക്കുന്നുണ്ട്. അതൊക്കെ പാതി വഴിയിൽ പലപ്പോഴും നിലച്ചു പോകുന്നതാണ് കാണുന്നത്. ബിനിൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ബിനിൽ, അധികം വൈകാതെ ആ കുരിശ് നീക്കം ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ അവസാനിക്കുന്നതല്ല മന്ത്രി നിയമസഭയിൽ ഇന്ന് പറഞ്ഞ 15 അംഗ പ്രത്യേക സംഘത്തിൻ്റെയും അല്ലെങ്കിൽ കളക്ടറുടെയും ഒക്കെ ചുമതല. അവിടുത്തെ ഈ അനധികൃത നിർമ്മാണം പൂർണ്ണമായി നീക്കം ചെയ്യുക, അതൊക്കെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി കണക്കാക്കുന്ന ഇടങ്ങളാണ്. അപ്പോൾ ഇനി അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കാതെ ആ സ്ഥലങ്ങളെ സംരക്ഷിക്കാനുള്ള സത്വരമായ നടപടികളിലേക്കല്ലേ കടക്കേണ്ടത്? ഇവിടെ സത്വരമായ നടപടികൾ വേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിൽ ഒതുങ്ങുന്നതല്ല പരുന്തുംപാറയിലെ കയ്യേറ്റമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളോ. ഇവിടെ വ്യാപകമായി ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ അനധികൃതമായി നടന്നിട്ടുണ്ട് എന്നത് ഒരു IG-യുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘം തന്നെ കണ്ടെത്തിയതാണ്. അത്രയും വലിയ ഒരു വിശദമായ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് അവർ തയ്യാറാക്കി പുറത്തേക്ക് ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒഴിപ്പിക്കൽ
ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് പോലും കടക്കേണ്ടി വന്നത്. ഈ ഒഴിപ്പിക്കൽ നടപടികൾ ഇപ്പോൾ നടക്കുമ്പോൾ പോലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ വീഴ്ചകൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് ഇന്നും ഇന്നലെയോ മുളച്ചു പൊങ്ങിയതല്ല. ഈ പരുന്തുംപാറയിലെ ഈ കയ്യേറ്റങ്ങളൊക്കെ മാസങ്ങളും വർഷങ്ങളും എടുത്ത് നിർമ്മിച്ച കെട്ടിടങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത്. ആ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചപ്പോൾ ഈ റവന്യൂ അധികൃതരൊക്കെ എവിടെയായിരുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ കുരിശിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് മെമ്മോ നൽകിയ ശേഷം പൊടുന്നനെ പെട്ടെന്ന് കൊണ്ടുവന്ന് നിർമ്മിച്ച ആ ഒരു കുരിശ് തന്നെയാണ്. കാരണം കഴിഞ്ഞ ഫെബ്രുവരി 24-ന് മാതൃഭൂമി ന്യൂസ് ഇവിടെ എത്തി ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തുമ്പോൾ ഈ കുരിശ് സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് തേയിലച്ചെടികളാണ് ഉണ്ടായിരുന്നത്. കുരിശോ മറ്റ് നിർമ്മാണ പ്രവൃത്തികളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. പൊടുന്നനെയാണ് നമ്മൾ ആ കയ്യേറ്റ വാർത്തകളൊക്കെ തന്നെ പുറത്തുവിട്ട് ഇടുക്കി ജില്ലാ ഭരണകൂടം ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ ഉണ്ടാകുമെന്ന ഒരു സൂചന ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഘട്ടത്തിലാണ് പൊടുന്നനെ ഇവരൊരു കുരിശ് തന്നെ പ്രത്യക്ഷപ്പെടുന്നത്. ആ കുരിശ് പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻപ് ഇടുക്കി ജില്ലയിൽ ഇത്തരത്തിൽ പല കയ്യേറ്റ ഭൂമികളിലും ഇത്തരത്തിൽ കുരിശുകൾ സ്ഥാപിച്ചിരുന്നു. പാപ്പാത്തിച്ചോലയിലെ കാഴ്ചകൾ നമ്മൾ മറന്നിട്ടില്ല. അവിടെ സ്ഥാപിച്ചിരുന്ന ഒരു കുരിശ് നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് എത്രമാത്രം പണിപ്പെടേണ്ടി വന്നിരുന്നു എന്നത് ശരിയാണ് ബിനിൽ. അത് ആ അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അതിവേഗത്തിൽ തന്നെ ഈ കുരിശ് നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് ഒരുപക്ഷെ റവന്യൂ വകുപ്പ് കടന്നത്.